പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കിണ്ടിയെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങി CMRL വീണ്ടും. CMRL ഇപ്പോൾ ഈ വിഷയത്തിൽ ED അന്വേഷണം മരവിപ്പിക്കണം, തടയണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് ഹർജി നൽകിയിരിക്കുകയാണ്. സിംഗിൾ ബെഞ്ചിന്റെ ED അന്വേഷണം തുടരാം എന്നുള്ള വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് CMRLന്റെ പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. കാരണം വീണയെ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ ഇത്രയും നാളും CMRL ഇവിടെ നടത്തിയ ഈ കരിമണൽ കൊള്ളയും കള്ളപ്പണ ഇടപാടുകളും പുറത്തുവരും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിയമ നീക്കം CMRL നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ED അന്വേഷണം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് CMRLനും വീണയ്ക്കും പിണറായി വിജയനും ആശ്വാസമാകും. ഡിവിഷൻ ബെഞ്ചിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഉള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ. സിംഗിൾ ബെഞ്ച് വിധി സാധാരണഗതിയിൽ ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കാറാണ് പതിവ്. പക്ഷേ ഈ വിഷയത്തിൽ എന്താകും എന്ന് അറിയില്ല. CMRLന് രക്ഷപ്പെടണം, ഒപ്പം വീണയെയും പിണറായി വിജയനെയും രക്ഷപ്പെടുത്തണം. അതാണ് CMRLന്റെ ആവശ്യം എന്നും വിലയിരുത്തപ്പെടുന്നു. CMRL സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു റൈച്ചൽ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ K സുരേഷ് കുമാർ അടക്കമുള്ളവരാണ് അപ്പീൽ നൽകിയത്. ഈ ഒരു വിഷയത്തിൽ ഇത് ED അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ട്. നേരത്തെ ED അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് തള്ളിയത്. ED അന്വേഷണം തുടരാം എന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലടക്കം 12 ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയത്. CMRL കമ്പനി മേധാവികളുടെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടത്തിയിരുന്നു. റെയ്ഡിന് പിന്നാലെ CMRL MD ശശിധരൻ കർത്ത, വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് വീണ്ടും സമൻസ് അയക്കാൻ ED തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടൽ തേടി CMRL ഡിവിഷൻ ബെഞ്ചിനെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. കാരണം അറസ്റ്റുണ്ടായേക്കാം. ശശിധരൻ കർത്തായും വീണയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടത്തിക്കഴിഞ്ഞാൽ ശശിധരൻ കർത്തയെപ്പോലുള്ള ആളിനും വീണ വിജയനുമൊന്നും പിടിച്ചു നിൽക്കാനാകില്ല. കൃത്യമായി ഇത്രയും നാൾ കരിമണൽ ഖനനം നടത്തിയതിന്, കള്ളപ്പണം വെളുപ്പിച്ചതിന്, വീണ തൈക്കണ്ടിക്ക് 2,78,00,000 രൂപ അച്ഛന് കൊടുക്കാനായി നൽകിയതിന്, ഇതൊക്കെ ആരോപണങ്ങളാണ്. ഇത്തരം ആരോപണങ്ങളൊക്കെ തന്നെ കൃത്യമായി ED കണ്ടെത്തും, കൃത്യമായി തെളിയും. അതുകൊണ്ട് അതിന് തടയിടുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ച് ഈ അപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശശിധരൻ കർത്ത സുപ്രീം കോടതിയെ സമീപിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. ശശിധരൻ കർത്ത വീണ വിജയനും പിണറായി വിജയനും ഒപ്പം തന്നെയാണ്. കാരണം ഇതൊരു കൂട്ടുകൃഷിയായിരുന്നു, കൂട്ടുകച്ചവടമായിരുന്നു. ഇതിലൂടെ ശശിധരൻ കർത്ത പലതും നേടി. അതുപോലെ തന്നെ വീണയ്ക്കും മുൻ മുഖ്യമന്ത്രിക്കുമൊക്കെ ഒരുപാട് സാമ്പത്തിക ലാഭമുണ്ടായി എന്ന് പറയപ്പെടുന്നു. അപ്പോൾ വീണ്ടും ഈ ഒരു അന്വേഷണം തടയാനും ഇത് ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങളാണ് ശശിധരൻ കർത്തയും CMRLും നടത്തുന്നത്. അതിന് വീണ തൈക്കണ്ടിയുടെയും മുൻ മുഖ്യമന്ത്രിയുടെയും ഒക്കെ എല്ലാ പിന്തുണയുമുണ്ട് എന്ന് പറയപ്പെടുന്നു. ED അന്വേഷണം ഇനി വേഗതയിലായിരിക്കും. ശശിധരൻ കർത്തയ്ക്കും വീണ തൈക്കണ്ടിക്കുമൊക്കെ സമൻസ് അയച്ച് അവരെ ചോദ്യം ചെയ്യാനും വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാനും ഉള്ള നടപടികളിലേക്ക് ED നീങ്ങും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.